ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെറ്റിനോളും മോയ്സ്ചറൈസേഴ്സിനെയും പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് റെറ്റിനോളിന്റെ കൂടെ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കണോ, പിന്നെ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാൻ പറ്റുമെന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് എന്താണ് റെറ്റിനോൾ എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. കാരണം റെറ്റിനോളിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അത് ഏതൊക്കെ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കണം എന്ന് പറയുന്നതാണല്ലോ അതിന്റെ ഒരു ശരി. എനിവേസ് ഫസ്റ്റ് റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റാമിൻ എ ഇല്ലേ അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ് റെറ്റിനോൾ. ഇത് ബേസിക്കലി 24 ഏജിന് മുകളിലുള്ള ആൾക്കാരാണ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. റെറ്റിനാലിന്റെ ഏഡ് ഇതിന്റെ പല ഫോമിൽ ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും ഹയർ ഫോമിൽ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോമിലുള്ളതാണ് റെറ്റിനോൾ. അതായത് നമ്മൾ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി വാങ്ങിക്കുന്ന സാധനമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാർമസി സ്കിൻ കെയർ പ്രൊഡക്റ്റും റെറ്റിനോയിനാണ്. കാര്യം ഈ 24 ഏജിലെ താഴെയുള്ള ആൾക്കാർ മുഖക്കുരു മാറാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വൈറ്റ് സ്കിൻ വെളുക്കാനൊക്കെ ആയിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇത് അവർക്ക് സ്കിന്നിന് ഒരുപാട് ഹാർംഫുൾ എഫക്റ്റ് കൊടുക്കാറുണ്ട്. കാരണം റെറ്റിനോൾ അല്ലെങ്കിൽ വിറ്റാമിനെ ഒരുപാട് സ്കിൻ സൈഡ് എഫക്ട്സും കൂടെ ഉള്ള സാധനം. സൈഡ് എഫക്റ്റ് അല്ല, ഇത് ഉപയോഗിക്കേണ്ടത് ഒരു കറക്റ്റ് ഫോർമാറ്റിലാണ്. അല്ലാണ്ട് ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് കിട്ടും. അപ്പൊ അതാണ് റെറ്റിനോൾ. പിന്നെ ഇത് വിറ്റാമിൻ അല്ലെങ്കിൽ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനോയിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന കൊളാജിനെ കുറച്ചും കൂടി ഇൻക്രീസ് ആക്കാനായിട്ട് സഹായിക്കും. അത് കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസിനെയൊക്കെ മാറ്റാനും ഒന്ന് മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും പിന്നെ പിമ്പിൾസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഓയിൽ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യും. അതായത് അല്ലെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യും. അതായത് ഒരു ആന്റി ഏജിങ് പാക്കേജ് ആണ് റെറ്റിനോൾ. 24 ഏജിന് മുകളിലോട്ടുള്ളവരാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഈ ഇടയ്ക്ക് പോപ്പായിട്ട് പറയണത് എന്തെന്ന് വെച്ചാൽ 24 വയസ്സ് താഴെയുള്ള ആൾക്കാരൊക്കെ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് മോക്കുരു ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ടീനേജേഴ്സ് ഒരു 18 ഏജിന് മുകളിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് റെറ്റിനോൾ അല്ലെങ്കിൽ അഡാപ്ലിൻ എന്ന് പറഞ്ഞിട്ട് സാധനം പ്രിസ്ക്രൈബ് ചെയ്യും. ഇത് നമ്മുടെ മോക്കുരു മാറാനായിട്ട് ബെസ്റ്റ് ആണ്. പക്ഷെ നൈറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഉപയോഗിക്കുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ റെറ്റിനോൾ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കൊളാജൻ ഒരു സ്കിൻ കെയറിൽ ഡയറക്റ്റ് ആയിട്ട് മോയ്സ്ചറൈസേഴ്സ് ആയിട്ട് കണ്ടിട്ട് നമ്മളത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ കൊളാജൻ വളരെ വലിയൊരു മോളിക്യൂളാണ്. നമ്മളിപ്പോൾ അത് സ്കിൻ കെയറിൽ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് അതായത് നമ്മുടെ സ്കിന്നിൽ താഴെ ചെന്നാലേ എപ്പോഴും വർക്ക് ചെയ്തോളൂ. നമ്മൾ ടോപ്പ് പോസ്റ്റ് തന്നെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. മാത്രമല്ല ഇപ്പൊ കൊളാജൻ ഷീറ്റ് മാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സാധനം കാണും. അതായത് മാജിക് ഷീറ്റ് മാസ്ക്. നമ്മൾ സാധനം വെച്ചിട്ട് ഒരു വെള്ള സാധനം വെച്ചിട്ട് ഒരു സ്പ്രേ അടിക്കുമ്പോഴത്തേക്ക് അതങ്ങ് സ്കിന്നിലോട്ടങ്ങ് ഡിസപ്പിയർ ആയിട്ട് പോകും. അത് കൊളാജൻ ഷീറ്റ് മാസ്കുകളാണ്. സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിന്റെ പുറത്തൊരു ഹൈഡ്രേഷൻ ആയിട്ട് നിൽക്കും എന്നല്ലാണ്ട് നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന കൊളാജൻ മാസ്കുകൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ കൊളാജൻ തരാൻ പോകുന്നില്ല. സോ അതൊരു മാർക്കറ്റിംഗ് ഗിമിക്ക് മാത്രമാണ്. പിന്നെ അത് വേറെ പല രീതിയിലും നമ്മൾ ചൈനക്കാരുടെ സാധനം എന്ന് പറഞ്ഞിട്ട് വേറെ പല രീതിയിലും ഒരു മിസ്ഇൻഫർമേഷൻ ആയിട്ട് നമ്മുടെ യൂട്യൂബിലെ കണ്ടിട്ടുണ്ട്. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറ്റാനായിട്ട്. അങ്ങനെയൊന്നുമില്ല. അത് കൊളാജൻ സ്കിൻ കെയറിൽ വർക്ക് ചെയ്യത്തില്ല. പിന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറ്റാനായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും വർക്ക് ചെയ്യത്തില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ റെറ്റിനോൾ എന്ന് വെച്ചാൽ വിറ്റാമിൻ എ ആണ്. അതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് ചില സ്കിൻ കൺസേണിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇതിന് കുറച്ച് സൈഡ് എഫക്ട്സ് അല്ലേ എന്ന് വെച്ചാൽ ഇത് സ്കിന്നിന് പർജ് ചെയ്യും. അതായത് ഞാൻ പറയാം കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൊളാജന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന കാരണം നമ്മുടെ സ്കിന്നിൽ പർജിങ് വരും. അതായത് ഒരുപാട് മോക്കുരു വരും. അതായത് നമ്മുടെ മോക്കുരു പണ്ട് വന്നുകൊണ്ടിരുന്ന സ്ഥലത്തേന് ഒരുപാട് മോക്കുരു വരും. പക്ഷെ ഈ മോക്കുരു ഒരിക്കലും പെയിൻഫുള്ളോ ഇറിറ്റേറ്റിങ്ങോ ഇച്ചിങ്ങോ ടൈപ്പ് ആയിട്ടുള്ളതായിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് നിർത്തണം. സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പർജിങ് വരാറുണ്ട്. സോ അത് നോർമൽ ആണ്. നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ പർജിങ് മാറും. അതുകൊണ്ട് തന്നെ ഈ റെറ്റിനോളിൽ ഉണ്ടാക്കുന്ന പർജിങ്ങിന് നമ്മൾ റെറ്റിനോൾ അഗ്ലി എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ചൊരു 4 വീക്സിന് ശേഷമൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി നമ്മുടെ സ്കിന്നിൽ കിട്ടാൻ തുടങ്ങുന്നത്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. ലോ കോൺസെൻട്രേഷനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ വേണം. മാത്രമല്ല ഇത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കിൻ പർച്ചിങ് മാത്രമല്ല തരുന്നത്, നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയും ചെയ്യും. അത് കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും. അവിടെയാണ് റെറ്റിനോളും മോയ്സ്ചറൈസേഴ്സും തമ്മിലുള്ള ബന്ധം കിടക്കുന്നത്. കാരണം കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നു, കൊളാജൻ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നു.
ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ആകുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ ഇതൊരു കുറച്ച് എന്താ പറയുന്ന അസിഡിക് നേച്ചറുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആക്കുന്നുണ്ട് നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവുകയും പൊരിഞ്ഞിളമാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ നല്ല മോയ്സ്ചറൈസേഴ്സ് അതിന്റെ കൂടെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പൊ അതാണ് റെറ്റിനോളും മോയ്സ്ചറൈസേഴ്സും തമ്മിലുള്ള ബന്ധം. അപ്പോൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കുറേ സാധനങ്ങൾ നമ്മൾ ചില മോയ്സ്ചറൈസേഴ്സ് നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വിറ്റാമിൻ സി മോയ്സ്ചറൈസേഴ്സ്, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയ നൈറ്റ് ക്രീംസുകൾ, അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ നൈറ്റ് ക്രീംസുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ റെറ്റിനോളിന്റെ തന്നെ വേറെ മോയ്സ്ചറൈസേഴ്സ്, നമ്മൾ നൈറ്റ് ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ചില സാധനങ്ങളിൽ കുറച്ച് എമൗണ്ട് റെറ്റിനോൾ കാണും. അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സ് ഒന്ന് മാറ്റാം. അപ്പൊ റെറ്റിനോൾ എന്നായിരിക്കത്തില്ല കാണപ്പെടുന്നത്, റെറ്റിനാൽ തേട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഓക്കെ പാൽമത്തേറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പേരിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ഒരു വിറ്റാമിൻ എയുടെ കണ്ടന്റ് നമ്മുടെ മോയ്സ്ചറൈസേഴ്സിൽ ഉണ്ടാകുന്നത്. ഈവൻ അത് 2% വളരെ താഴെ, 2% ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതിനേക്കാളും താഴെയാണ് മോയ്സ്ചറൈസേഴ്സിലുള്ളെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു കോൺസെൻട്രേഷൻ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ മറ്റു കോൺസെൻട്രേഷൻ കൂടി യൂസ് ചെയ്യുമ്പോൾ അത് പണി കിട്ടും. അതുകൊണ്ടാണ് ഒരു റെറ്റിനൽ മോയ്സ്ചറൈസേഴ്സും ഒരു റെറ്റിനൽ ക്രീമോ സെറമോ നമ്മൾ ഒരുമിച്ച് സ്കിൻ കെയറിൽ വേണ്ട എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ വിറ്റാമിൻ സി, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് തുടങ്ങിയ സാധനങ്ങളുടെ എല്ലാം മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ സിറംസ് നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഒരു അസിഡിക് നേച്ചർ ആണ് തരുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ വിറ്റാമിൻ എ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് വീണ്ടും എക്സ്ട്രീംലി ഡ്രൈ ആകും. അത് കാരണം സ്കിന്നിൽ പീലിങ്ങും ഇറിറ്റേഷൻസും വരാൻ ചാൻസ് ഉണ്ട്. ഈവൻ ദോ വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിലും അത് ഒരുമിച്ച് ഫോർമുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലാണ്ട് 2 ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വിറ്റാമിൻ സി വർക്ക് ആവാണ്ടാവും. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ വിറ്റാമിൻ സിയുടെ വീഡിയോ പഴയതിൻ്റെത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിറ്റാമിൻ സി ഏറ്റവും വലിയ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് വിറ്റാമിൻ എ യൂസ് ചെയ്യണമെങ്കിൽ വിറ്റാമിൻ സി വർക്ക് ചെയ്യാണ്ടാവും, അതിന്റെ സ്റ്റെബിലിറ്റി പോകുമ്പോഴത്തേക്ക് അത് കാരണം നമുക്ക് ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും കൂടി യൂസ് ചെയ്യുന്നത്. ബാക്കി AHAs, അതായത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, AHAസും BHAസും കൂടി വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഡ്രൈയിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും എക്സ്ഫോളിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ആവുകയും അത് കാരണം ഒരു ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും കൂടെ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ AHAസിലോട്ട് പോകുമ്പോഴത്തേക്ക്, അതായത് AHA എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് ഒക്കെ വരുന്നതാണ് AHAs. BHAs എന്ന് പറയുമ്പോൾ സാലിസിലിക് ആസിഡ് കോമൺ ആയിട്ട് കാണുന്നത്. ഇതും വിറ്റാമിൻ എയും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് സാലിസിലിക് ആസിഡ് ആയാലും അത് കുറച്ചുകൂടി ഓയിൽ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. വിറ്റാമിൻ എയും ഓയിൽ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിനകത്ത് ഡ്രൈ ആക്കും. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, വിറ്റാമിൻ എയും എക്സ്ഫോളിയേറ്റ് ചെയ്യും. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇറിറ്റേഷൻസ് വന്നാൽ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മളൊരു എന്താ പറയുന്നത്, നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മളത് മിസ്മാച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്മാച്ച് ആയിട്ടാണ് ലെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എട്ടിന്റെ പണി തരികയും ചെയ്യും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ AHAs BHAs പറഞ്ഞു, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ പീലിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ഡേയ്സ് ഇല്ലേ, ആ സമയങ്ങളിൽ നമ്മൾ മാക്സിമം വിറ്റാമിൻ എ മാക്സിമം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക വിറ്റാമിൻ എ. അതുപോലെ നിങ്ങൾ ഷേവിംഗ് റൊട്ടീൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ദിവസങ്ങളിൽ വിറ്റാമിൻ എ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മോർണിംഗിൽ വിറ്റാമിൻ എ അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ഡോക്ടറും നമ്മളടുത്ത് മോർണിംഗിൽ വിറ്റാമിൻ എ യൂസ് ചെയ്യാൻ പറയത്തില്ല, അല്ലെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറയത്തില്ല, അല്ലെങ്കിൽ ട്രെറ്റിനോൾ യൂസ് ചെയ്യാൻ പറയത്തില്ല. ഇത് എപ്പോഴും ബെസ്റ്റ് നൈറ്റിലാണ്. അതുപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ 7 ദിവസവും വിറ്റാമിൻ എയുടെ, അതായത് റെറ്റിനോളിന്റെ ആവശ്യമില്ല. നമുക്ക് ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമോ മാക്സിമം മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്താ പറയുക വിറ്റാമിൻ സിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്റ്റീവ്സ് യൂസ് ചെയ്യാം. അത് നമ്മൾ സ്കിൻ സൈക്ലിങ്ങിനെ പറ്റി പറഞ്ഞ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളത് ഫുൾ സൈക്കിൾ നമ്മൾ റൊട്ടീൻ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന്. ഇപ്പൊ ചില സാഹചര്യങ്ങളാൽ ഞാൻ അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഷൂട്ട് ചെയ്യാൻ കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. പക്ഷെ നമ്മൾ ഉടനെ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത്രയും ഒരു കാര്യം. നമ്മൾ ടോപ്പിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ, സോ അതുകൊണ്ടാണ് നമ്മൾ വിറ്റാമിൻ എയും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് പറയുന്നത്. ഇനി വിറ്റാമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഒന്ന്, നമ്മൾ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ശ്രദ്ധിക്കണം. 2, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് റിക്വൽ റെറ്റിനോളിന്റെ ക്രീം നല്ലൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഫോക്സ് സ്റ്റേജിന്റെ നല്ലൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ
മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ഒലയുടേത് കിട്ടും, അതും നല്ലൊരു ഓപ്ഷൻ. ഇത് മൂന്നുമാണ് ഞാൻ ബിഗിനേഴ്സിന് എപ്പോഴും പറയുന്നത് വിറ്റാമിൻ എ സാധനങ്ങൾ അല്ലെങ്കിൽ റെറ്റിനോളിന്റെ സാധനങ്ങൾ. ഇനി അതല്ല നിങ്ങൾ സിറംസ് ആയിട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതല്ലാതെ വേറെ ഏതെങ്കിലും ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ 0.3% വേറെ റെറ്റിനോൾ കിട്ടുമല്ലോ, അതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സാൻഡ്വിച്ച് മെത്തേഡ് ഫോളോ ചെയ്യുക. എന്താണ് സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് ഫസ്റ്റ് യൂസ് ചെയ്യാം, അതിനുശേഷം അതിന്റെ മുകളിൽ റെറ്റിനോൾ യൂസ് ചെയ്യാം, വീണ്ടും മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റെറ്റിനോൾ ചെറിയ ഇറിറ്റേഷൻ തരുമല്ലോ, ഈ ഇറിറ്റേഷന് പകരം ആവശ്യത്തിൽ കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആക്കാനായിട്ട്, ഈ ഓൾറെഡി ഒരു മോയ്സ്ചറൈസർ ലെയർ കിടക്കുന്നുള്ളൂ, കുറച്ച് മാത്രമേ അബ്സോർബ് ആകത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇറിറ്റേഷൻസ് തരും, മാത്രമല്ല സ്കിന്ന് തീരെ ഡ്രൈയിങ് ഇല്ലാണ്ടാവുകയും ചെയ്യും. അത് കാരണം നമുക്ക് സാൻഡ്വിച്ച് മെത്തേഡിൽ റെറ്റിനോൾ യൂസ് ചെയ്യാം. രണ്ട്, ഇൻവേസ് നിങ്ങൾ സാൻഡ്വിച്ച് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ വേണം, അതായത് ഒരു തുള്ളി പോലും വെള്ളമില്ലാതിരിക്കുന്ന സ്കിന്നിൽ വേണം റെറ്റിനോൾ അപ്ലൈ ചെയ്യാൻ. കാര്യം നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അബ്സോർപ്ഷൻ കൂടും, അങ്ങനെ കൂടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് ഇറിറ്റേഷൻ ആയിട്ട് മാറും. അപ്പൊ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ വേണം റെറ്റിനോൾ അല്ലെങ്കിൽ വിറ്റാമിൻ അപ്ലൈ ചെയ്യാൻ. ഇത് ഞാൻ വിറ്റാമിൻ സിയുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് പോലെയുള്ള സാധനങ്ങളുടെ സിറംസ് നമ്മൾ എപ്പോഴും ഡ്രൈ സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. മോയ്സ്ചറൈസേഴ്സിന്റെ കാര്യമല്ല പറയുന്നത്, സിറത്തിന്റെ കാര്യമാണ്. ഇത് എപ്പോഴും ഡ്രൈ സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഇനി നിങ്ങൾ വിറ്റാമിൻ എ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാവോ എന്ന് വെച്ചാൽ യൂസ് ചെയ്യാം, ഫേസ് വാഷിന്റെ രൂപത്തിലാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇച്ചിരി നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം സാലിസിലിക് ആസിഡ് സ്കിപ്പ് ചെയ്യുക. പക്ഷെ നിങ്ങൾ നോർമൽ സ്കിന്നാണ്, നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഡേ ഒരു നേരത്തേക്ക് അത് മാറ്റുക, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം 3 ദിവസം 4 ദിവസം മാത്രം ആ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി മോയ്സ്ചറൈസേഴ്സിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കാം. ഞാൻ ഇത് എടുത്ത് പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ റെറ്റിനോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്, പിന്നെയും ഒരുപാട് ഡൗട്ട്സ് വരും. അപ്പൊ ആ ഡൗട്ട്സ് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ചോദിച്ച കുറെ ഡൗട്ട്സ് ആണ് ഞാൻ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് പറഞ്ഞത്. ഈവൻ ദോ മോയ്സ്ചറൈസേഴ്സ് ലാസ്റ്റ് പറയുന്നില്ലെങ്കിൽ ഞാൻ ഈ ഒരു തുടക്കത്തിൽ ഇനി ഇത്രയും പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല, മാത്രമല്ല അത് നമുക്ക് പണി തരികയും ചെയ്യും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യില്ല. മാനുവൽ ഇല്ലാണ്ട് നമ്മൾ മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും. നമുക്ക് നല്ല സാധനം കയ്യിലുണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല, ആ ഒരു സ്ഥിതിയിലോട്ട് പോകും. അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ എന്താണ് റെറ്റിനോൾ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ യൂസ് ചെയ്യാം, എന്തൊക്കെ യൂസ് ചെയ്തുകൂടാ എന്നുള്ളത് പറഞ്ഞത്. സോറി, പിന്നെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. നമുക്ക് കോജിക് ആസിഡോ നയാസിനമേഡോ അതല്ലെങ്കിൽ ആൽഫാർബിറ്റിനോ അസലിക് ആസിഡോ ഒക്കെ നമുക്ക് വിറ്റാമിൻ എയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് തരുന്നില്ല. ടാനെക്സാമിക് ആസിഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ഇതൊന്നും നമുക്ക് വിറ്റാമിനോട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പണി തരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഹൈലറോണിക് ആസിഡും യൂസ് ചെയ്യാം. പക്ഷെ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഫസ്റ്റ് നിങ്ങൾ വിറ്റാമിൻ എ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് വിറ്റാമിൻ എ യൂസ് ചെയ്യുക, അങ്ങനെ വെക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കിന്നിൽ ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക് വെച്ച് ഫേസ് മിസ്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടോണേഴ്സ് യൂസ് ചെയ്യുക. അതിനകത്ത് വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, PHA ടോണർ, ഇതൊന്നും അല്ലാണ്ട് സാധാരണ നിയാസിനമേഡ് റൈസ് വാട്ടറോ ടോണേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. കാര്യം ഹൈലറോണിക് ആസിഡ് ഒരിക്കലും നമുക്ക് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് മോയ്സ്ചറൈസേഴ്സ് റെക്കമെൻഡേഷനിലോട്ട് പോകും. നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ, നമുക്ക് ഓസറെക്സിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, സെയിൽ മ്യൂസിന്റെ. അതല്ലെങ്കിൽ നമുക്ക് ഓർഡിനറിയുടെ നാച്ചുറൽസിന്റെ ഹൈലറോണിക് ആസിഡിന്റെ മോയ്സ്ചറൈസർ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിന്റെ സിക്ക് ആൻഡ് സെറമൈഡ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷൻ. അതല്ലെങ്കിൽ വിത്തിൻ ബ്യൂട്ടിയുടെ മോയ്സ്ചറൈസർ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അതിനകത്തൊന്നും വിറ്റാമിൻ സി ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ മിനിമലിസ്റ്റിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഡെർമക്കോയുടെ ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിന്റെ ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസർ, ഫോമുലാക്സിന്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ, അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ റിക്വലിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രിജേനയുടെ ഹൈഡ്രോ ബൂസ്റ്റർ നല്ലൊരു ഓപ്ഷനാണ്. പോൺസിന്റെ മോയ്സ്ചറൈസറും സൂപ്പർലൈറ്റ് ജെൽ മോയ്സ്ചറൈസറും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ പോൺസ് ചില ആൾക്കാർക്ക് കുരു വരുത്തുന്നുണ്ട്, പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്കത് ഒരു കുരു അങ്ങനെയൊന്നും വരുത്തിയിട്ടില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾക്ക് വരുത്തിയിട്ടുണ്ട്, വേറെ ആർക്കും അത് വരുത്തിയിട്ടുമില്ല. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ 10 പേരെടുത്താൽ ഒരാൾക്കേ ഉള്ളൂ, ബാക്കി 9 പേർക്ക് ഒരു കുഴപ്പമില്ലാത്തതാണ്. അടുത്ത ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ, റിക്വലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ, മിനിമലിസ്റ്റിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ, പിന്നെ വിത്തിൻ ബ്യൂട്ടിയുടെ ഹലോ ഹൈഡ്രേറ്റിംഗ് ക്രീം ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഫോമുലാക്സിന്റെ പെപ്റ്റൈഡ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ
പിന്നെ ഗ്യാബിറ്റിനും മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ് ഡ്രൈ സ്കിൻകാർക്ക് വേണ്ടിയിട്ട്. ഇത്രയാണ് എൻ്റെ പേഴ്സണൽ ഡ്രൈ സ്കിൻ ഫേവറേറ്റ്. പിന്നെ ഓയിലി സ്കിൻകാർക്കുള്ളത് തന്നെ നമുക്ക് ആക്നെ പ്രോൺ സ്കിൻകാർക്ക്, കോമ്പിനേഷൻ സ്കിൻകാർക്കും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡീകൺസ്ട്രക്റ്റിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഓയിലി സ്കിൻകാർക്ക് പറ്റത്തില്ല, കാരണം കുറച്ച് ഓയിലി ഫോർമേഷൻ നമുക്ക് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷൻസ് വരും. പിന്നെ നല്ല ജെൽ ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ ഉണ്ട്, ഗ്രീൻ ടീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഇത്രയാണ് റെക്കമെൻഡേഷൻസ്. എനിക്കറിയാം റെക്കമെൻഡേഷൻസ് കുറച്ചേ പറഞ്ഞോളൂ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വിറ്റാമിൻ സി അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ്, സാലിസിലിക് ആസിഡ് അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഡെർംഡോക്കിന് നൈറ്റ് ക്രീം ആയിട്ടുള്ള കോജിക് ആസിഡ് നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാർ, കാര്യം കോജിക് ആസിഡ് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ആ നൈറ്റ് ക്രീമും റെറ്റിനോളും കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുത്. കാരണം അതിനകത്ത് 2% കോജിക് ആസിഡിന്റെ കൂടെ 2% സാലിസിലിക് ആസിഡ് സാലിസിലിക് ആസിഡും കൂടെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്യരുത്. അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാത്ത ദിവസം ആ കോജിക് ആസിഡ് നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ട് അല്ലാത്ത ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യാവേ. അത് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരുപാട് പേർക്ക് അത് പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ റെറ്റിനോളിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് മോയ്സ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷൻസും പിന്നെ റെറ്റിനോളിന്റെ നിങ്ങൾ പൊതുവെ ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സും ആയിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരുന്നതാണ്. ട്യൂസ്ഡേയുടെ Q&A മറക്കണ്ട. കമന്റ് ചോദിക്കുന്ന ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് കമന്റ് നമ്മൾ Q&A ചെയ്യാറുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സാനിയ.